ഇത് ഇങ്ങോട്ട് മാറും ലെവൽ റോഡ്. ആ ലെവൽ റോഡ് കുറെ അങ്ങ് ചെന്ന് കഴിയുമ്പോ വട്ടം ഒരു പൈപ്പിട്ട് വലിക്കുന്നത് അവിടെ എത്താൻ പോകണ്ട. അതിനെ കുറിച്ച് 3-4 വീടുകളിൽ കട്ടിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കുറെ അധികം പാറയുണ്ട്. പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5-8 ഏക്കറോളം പാറ പ്രദേശം ഈ പുഴയാണ്. ഫുള്ള് വ്യൂ കിട്ടും ഇവിടുത്തെ. ഫുൾ വ്യൂ കിട്ടും. അവിടെ ഒരു ക്യാപ്പിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു വളവും എത്തിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. അവിടെ കാട് പൊങ്ങി നിൽപ്പുണ്ടോന്ന് സംശയം എന്നാലും കിട്ടും. അതല്ലെങ്കിൽ കുറച്ച് പിന്നെ അതിന്റെ അപ്പുറത്തേക്കൊന്നും പോകണ്ട. ഈ പറഞ്ഞ പോലെ ആനശല്യമൊക്കെ ഉള്ള. അപ്പൊ അവിടെ റോഡ് വട്ടം വലിഞ്ഞിട്ടില്ല, അങ്ങോട്ട് പോകാൻ വേണം. ഒരു കലക്ക് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്താ. അതിന്റെ ഇപ്പുറത്തും കൂടി ഈ ആ ചായക്കടയിലൊക്കെ ഒത്തിരി ദൂരം പോകണ്ട ഒരു ഫർലാങ്ങിന് നമ്മളൊരു ദൂരമുണ്ട്. റൈറ്റ് പോലെ നേരെ പോകണം. നേരെ ലെവലായിട്ട് തന്നെ ഉള്ള വഴിക്ക്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആ സ്പോട്ട് പറഞ്ഞു ഇങ്ങനെ തിരിഞ്ഞിട്ട് 2-3 വളവ് തിരിയുമ്പോ കറക്റ്റ് സ്പോട്ട് ചെയ്യും. അവിടെ നിന്ന് നമ്മുടെ ഈ പുഴ നീരായിട്ട് നല്ലൊരു ചേട്ടാ ഒത്തിരി പോയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ പല ആളുകളെ കൊണ്ട് പോയി അവിടെ കുളിക്കാൻ പറ്റും, ഇറങ്ങാൻ പറ്റും. ഇറങ്ങുവാണ്, ഒറ്റയ്ക്ക് പോകണ്ട, അവിടെ ഇറങ്ങാൻ പോകണ്ട. ഇറങ്ങണമെന്നില്ല. പറഞ്ഞ പോലെ ഒരു ചോദ്യപ്പാടൊക്കെണ്ടാവും. എന്തിനാ അവിടെ വന്നേ ഏരിയ അവരുടെ അറിയാത്ത സ്ഥലത്ത് നമ്മളങ്ങനെ ഇറങ്ങാറ്. റോട്ടിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കത് ഒരു വിഷയം, നമുക്കൊരു പ്രശ്നമാണ്. എന്റെ പേര് ആദർശ്.